സോദരത്വേന വാഴ്വിതിൽ. കഥ എഴുതിയത് സുരേഷ് വർമ്മ. ഇനിയും അരങ്ങൊഴിയാത്ത ഇരുളിൽ മഴച്ചരടുകളെ കാറ്റ് പിടിച്ചുലയ്ക്കുന്നുണ്ട്. വഴുതി മാറി അവ ഭൂമിയുടെ വിരിമാറിൽ അഭയം തേടി. മഴ പിന്നെയും കനത്തപ്പോൾ കാറ്റ് ചൂളം വിളിച്ച് പറന്നുപോയി. നഗരത്തിൻ്റെ കാലാവസ്ഥയും നഗരത്തിലെ പെണ്ണും പ്രവചനാതീതം. മനസ്സ് നന്നേ കലുഷിതമാണെങ്കിലും ഭദ്രാദേവികയുടെ ഉള്ളിലൂടെ ആ പിന്തിരിപ്പൻ നഗരച്ചൊല്ല് പല്ലിളിച്ച് കടന്നുപോയി. ലോക്കൽ ട്രെയിൻ ചീറിപ്പായുകയാണ്. ഇനിയും 1.25 മണിക്കൂർ യാത്രയുണ്ട് ടെർമിനലിലേക്ക്. മമ്മിക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കുമോ? ആശുപത്രിയിൽ നിന്നും വിളിച്ചത് ആരെന്നറിയില്ല. സന്ധ്യ കഴിഞ്ഞ് ടീച്ചർ അമ്മയ്ക്ക് വിളമ്പിക്കൊടുത്ത ശേഷം തീൻമേശയിലേക്ക് നടക്കുമ്പോഴായിരുന്നു ആ കോൾ. ദേവിക മഹീന്ദ്രയുടെ മകൾ ഭദ്രയല്ലേ? യാ. ലൈഫ് ഗാർഡ് ഹോസ്പിറ്റലിൽ നിന്നും വിളിക്കുകയാണ്. നിങ്ങളുടെ അമ്മ ഇവിടെ അഡ്മിറ്റാണ്, ICUവിൽ. ഇപ്പോൾ സ്റ്റേബിൾ ആണ്. കഴിവതും വേഗം വരണം. അർജന്റായി ചില ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. ബൈപ്പാസ് വേണ്ടി വന്നേക്കാം. ഉടനെ ഒരു 50,000 അടയ്ക്കുകയും വേണം. അമ്മ? ICU? 50,000? ശബ്ദവും ബോധവും മാഞ്ഞു പോകും പോലെ. ഹലോ ഹലോ ഹലോ. അപ്പോഴേക്കും ഫോൺ കട്ടായി. സ്റ്റേബിൾ എന്ന വാക്കിന് മെഡിക്കൽ ഭാഷയിൽ അർത്ഥങ്ങൾ പലതാണ്. ഇലക്ട്രോണിക് സിറ്റി എന്നാണ് പേരെങ്കിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. തെരുവിൽ രാവിലെ 5 മണിക്ക് കച്ചവടം തുടങ്ങുന്ന തട്ടുകടക്കാരൻ ചിക്കപ്പ പാത്രങ്ങൾ നിരത്തുന്നു. ഇഷ്ടു മുഞ്ചാനെ എല്ലിങ്കേ ಹೋಗುತ್ತಿದ್ದಯ್ಯ ജീനു, നാനു ബരുത്തേനെ. നരസിംഹ ക്ഷേത്രത്തിൻ്റെ കവാടം വരെ അയാൾ ഒപ്പം വന്നു. കോട്ടയം ബാങ്കിൻ്റെ മുന്നിൽ ഒരേ ഒരു ടാക്സി മാത്രം. ഡ്രൈവർ പരുഷമായ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ അതിലേക്ക് കറുത്തു തടിച്ച ഒരു മധ്യവയസ്കൻ കയറിക്കൂടാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി ആനപ്പുറത്തു കയറുന്ന ഒരാളുടെ ഭാവമായിരുന്നു അയാൾക്ക്. കയറിയിരുന്ന ശേഷം പൊടുന്നനെ അയാൾ ചോദിച്ചു, നിനക്ക് എവിടെ പോകണം? യശ്വന്ത്പൂർ. വേഗം കയറൂ, ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. നന്ദി സർ. ടാക്സി കൂലി നമുക്ക് ഷെയർ ചെയ്യാം. ആ നേരത്തെ ഇരുളിലും അയാളുടെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലായി. നിന്റെ ഷെയർ ഒന്നും എനിക്ക് വേണ്ട. ഇടയ്ക്കിടെ അയാൾ ഒളിക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. അയാൾ എന്തോ പറയാൻ തുടങ്ങുന്നത് പോലെ വഴിയോര കാഴ്ചകളിൽ കണ്ണെറിഞ്ഞിരുന്നു. ഒടുവിൽ അയാൾ മൗനം മുറിച്ചു. നീ വല്ലാത്ത ടെൻഷനിലാണല്ലോ കുട്ടി. എന്തു പറ്റി? മമ്മി ആശുപത്രിയിലാണ്. നാളെ ബൈപ്പാസ് ചെയ്യും. മനസ്സിൽ അല്പം സഹതാപം കിളിർപ്പിച്ചാൽ മനുഷ്യൻ്റെ മനസ്സിലെ അധമചിന്തകൾ തെല്ലൊന്നു കുറയും. നീ ഒട്ടും വിഷമിക്കരുത്. എല്ലാം ശരിയാകും ഇൻഷാ അല്ലാ. നിന്റെ അച്ഛൻ അവിടെ ഉണ്ടാകുമല്ലോ. വെറുതെ കുനിഞ്ഞിരുന്നു. ബൈ ദി ബൈ, ഏത് ആശുപത്രിയിലാണ്? ലൈഫ് ഗാർഡ്. പരേലിൽ ഡോക്ടർ ഷാരോണിൻ്റെ ആശുപത്രിയല്ലേ? അതെ. നീ അവിടെ പോയി ഡോക്ടർ ഷാരോണിനെ കണ്ട് നിന്നെ ഹസൻ ബായ് അയച്ചതാണ് എന്ന് പറയണം. ശരി സർ. 15 മിനിറ്റിനുള്ളിൽ അയാൾ തൻ്റെ ജീവിതവും പശ്ചാത്തലവും എല്ലാം സൗമ്യമായി ഊറ്റിയെടുത്തു. ഫോൺ നമ്പറും വാങ്ങി. മനസ്സ് വിങ്ങിപ്പൊട്ടിയപ്പോൾ അയാളുടെ രൂപവും നോട്ടവും പരുക്കനായിരുന്നെങ്കിലും സർവശക്തനായ ദൈവം എപ്പോഴും നിനക്ക് തുണയുണ്ടാകും എന്നൊക്കെയുള്ള അയാളുടെ വാക്കുകൾ മനസ്സിൻ്റെ മുറിവിൽ വെണ്ണ പുരട്ടിയിരുന്നു. ഇനിയും ഇരുൾ ഒഴിഞ്ഞിട്ടില്ല. ഒരു പുലിമടയിൽ നിന്ന് പുറത്തിറങ്ങിയതുപോലെ കാറിൽ നിന്ന് ഇറങ്ങി. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഏത് നിമിഷവും അയാളുടെ ഇടതുകൈ തന്നിലേക്ക് നീണ്ടുവന്നേക്കാം എന്ന ചിന്തയിൽ നിന്നും വിടുതലായി. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പ്രതികരിക്കരുത് എന്ന് തീരുമാനിച്ചിരുന്നു. എത്രയും വേഗം അമ്മയെ കാണണം. അതിനാണ് മുൻഗണന. ഭദ്ര നിൽക്കൂ. അയാളുടെ പിൻവിളി. നീ ചെന്നാൽ ഉടൻ ഡോക്ടറെ കാണണം. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇത് വെച്ചോളൂ. ഗ്ലാസ് അല്പം കൂടി താഴ്ത്തി ഒരു വിസിറ്റിംഗ് കാർഡ് തന്നു. ഒപ്പം കുറച്ച് കറൻസികളും. അത് വാങ്ങിയപ്പോഴേക്കും വണ്ടി നീങ്ങിക്കഴിഞ്ഞിരുന്നു. കുറച്ച് 500 രൂപ നോട്ടുകളാണ്. അപ്പോഴും ഉള്ളൊന്ന് പിടഞ്ഞു. അയാളുടെ പക്കൽ ഫോൺ നമ്പറുണ്ട്. നാളെ മുതലും പലിശയും വസൂലാക്കാൻ അയാൾ പല വിധത്തെ ശ്രമിച്ചേക്കാം. എന്തും വരട്ടെ. ടീച്ചറമ്മ തന്ന 3000-ഉം ഇയാളുടെ 10,000-ഉം ചേർത്ത് 13,000-ആയി. 50,000 രൂപയിലേക്ക് ഇനിയും വലിയ ദൂരമുണ്ട്. എല്ലാറ്റിനും വഴിയുണ്ടാകും.
മാസങ്ങളോളം 8-10 വീടുകളിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകിയും വിഴുപ്പലക്കിയും അമ്മ മിച്ചം വച്ച് വാങ്ങിത്തന്ന ആ സമ്മാനം ഇപ്പോഴും കഴുത്തിലുണ്ട്. SSCക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോൾ തന്ന സമ്മാനം. പിന്നെ ആ കൊച്ചു കമ്മലുകളും. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൻ്റെ അവസാനത്തെ ബോഗിയിലേക്ക് നുഴഞ്ഞു കയറി. ആളുകൾക്ക് കാലുകുത്താനിടയില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ ബോഗിയിൽ എങ്ങനെ ഒരു പകലും രാത്രിയും ചെലവിടും? മറ്റു മാർഗമില്ല. ബോധമുണ്ടെങ്കിൽ മമ്മിയുടെ മനസ്സ് നിറയെ താനായിരിക്കും. ദേവിക മഹീന്ദ്രയ്ക്ക് മറ്റാരെയാണ് ഓർക്കാനുള്ളത്? ഹായ് ദീദി. ഒറ്റ കമ്മലിട്ട മുടി നീട്ടി വളർത്തിയ ഒരു പയ്യനാണ്. 2 സീറ്റുകൾക്കിടയിൽ ജനൽ കമ്പിയിൽ പിടിച്ചു നിന്ന് അവൻ കൈനീട്ടുന്നു. ദീദി, ഐ ആം രഞ്ജിത്ത്. എനിക്ക് ദീദിയെ അറിയാം. ദീദിയുടെ കോളേജിൽ ഞാൻ 2ാം സെമസ്റ്റർ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയാണ്. തറയിലും സീറ്റിലുമായി വട്ടം കൂടിയിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കുകയാണ് ഒരു പറ്റം തമിഴ് നാടോടി പെണ്ണുങ്ങളും കുട്ടികളും. അവൻ അവർക്കിടയിലൂടെ തന്നെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ജനാലയ്ക്ക് താഴെ വെറും തറയിൽ അല്പം സ്ഥലമുണ്ടാക്കി തന്നു. ഇനി എത്തിച്ചേരും വരെ ഒന്ന് വാഷ്റൂമിൽ പോലും പോകാൻ പറ്റില്ല. അവൻ തൊട്ടുമുന്നിൽ അഭിമുഖമായി ഇരുന്നു. തൊട്ടില്ല എന്ന മട്ടിൽ. ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ഇങ്ങനെ പല രക്ഷകരും അവതരിക്കും. വാത്സല്യവും ബഹുമാനവുമൊക്കെ പ്രകടിപ്പിച്ച് പുറത്തുനിന്ന് കുടിവെള്ളവും ചായയും മറ്റും വാങ്ങിത്തരും. മനുഷ്യസ്നേഹത്തിൻ്റെ എവറസ്റ്റ് ആകും. പിന്നെ യാത്രയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് മറ നീക്കി പുറത്തു ചാടും. എന്തൊരു ക്ഷീണം! ചാരിയിരുന്ന് ബോധം കെട്ടുറങ്ങി. ഏതോ സ്റ്റേഷനിൽ ചായ കാപ്പിക്കാരുടെ ബഹളം കേട്ട് ഞെട്ടിയുണർന്നു. കാലുകൾ മടക്കി വളഞ്ഞൊടിഞ്ഞ് തൊഴുകൈയോടെ തൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ് രഞ്ജിത്ത്. അവൻ്റെ നെറ്റിയിലേക്ക് കിടക്കുന്ന മുടിയിൽ ഒന്ന് തഴുകാൻ തോന്നി. പകരം അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. ഞെട്ടിയുണർത്തി അവൻ പറഞ്ഞു, സോറി ദീദി, 2 ദിവസമായി ഉറങ്ങിയിട്ട്. വെരി സോറി. കുറച്ചു നേരം അവനുമായി സംസാരിച്ചിരുന്നു. ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറി. ഒരേ കോളേജിലല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നേക്കാം, അവൻ പറഞ്ഞു. ദീദി വിഷമിക്കരുത്. എൻ്റെ അപ്പൻ പള്ളി കമ്മിറ്റിയിലൊക്കെയുണ്ട്. അപ്പൻ ചെയർമാനായുള്ള ഒരു ട്രസ്റ്റുണ്ട്. അവർ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട്. ദീദി പോയി വരൂ, നമുക്ക് അവരോട് എന്തെങ്കിലും സഹായം ചോദിക്കാം. വീണ്ടും ഉറക്കത്തിലേക്ക്. ഉച്ചസ്ഥായിലുള്ള ബിരിയാണി വിളികൾ കേട്ട് ഉറക്കം പിണങ്ങിപ്പോയി. നല്ല വിശപ്പുണ്ടെങ്കിലും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. സ്വന്തം വലകൾക്ക് മധ്യേ വിശ്രമിക്കുന്ന ഒരു എട്ടുകാലിയെ പോലെ കുറേ കുഴലുകൾക്ക് ഇടയിൽ കണ്ണും പൂട്ടി കിടക്കുന്ന മമ്മിയുടെ രൂപം മനസ്സിൽ തിളയ്ക്കുന്നു. പൂനെയിൽ എത്തിയപ്പോഴാണ് ഒന്ന് കാല് നിവർത്തി വെക്കാൻ കഴിഞ്ഞത്. രഞ്ജിത്തിനെ കാണുന്നില്ലല്ലോ. അവൻ സോലാപൂറിലോ മറ്റോ ഇറങ്ങിയോ? ഹാൻഡ് ബാഗിൽ കൈ കടത്തി പരതി നോക്കി. ഉണ്ട്, നൈറ്റിയിൽ പൊതിഞ്ഞു വെച്ച പണപ്പൊതി ഭദ്രം. ഈ നശിച്ച സംശയരോഗം പാവം കുട്ടിയെ വല്ലാതെ സംശയിച്ചു. എങ്ങനെ സംശയിക്കാതെ ഇരിക്കും? ഓരോ പെൺകുട്ടിയും ചൂടുവെള്ളത്തിൽ വീണിട്ടുള്ള പൂച്ചകളെ പോലെയാണ്. തണുത്ത വെള്ളം കണ്ടാലും സംശയിച്ചേ പറ്റൂ. ഇനി കഷ്ടിച്ച് 4 മണിക്കൂർ യാത്ര മതി. മുന്നിൽ കാണുമ്പോൾ മമ്മി എങ്ങനെയാകും പ്രതികരിക്കുക? ബഹളമാക്കുമോ? അതോ കണ്ണീരണിഞ്ഞ നിശബ്ദത കണ്ട് ഒരു പദപ്രശ്നം പൂരിപ്പിക്കേണ്ടി വരുമോ? വണ്ടി പലയിടത്തും ബോധം കെട്ട് കിടക്കുന്നു. ഓട്ടം നിർത്തിയ വണ്ടിയിൽ കലപില ശബ്ദങ്ങൾ. ചുറ്റുമുള്ളവരെല്ലാം പുരയ്ക്ക് തീപിടിച്ചതുപോലെ ഇറങ്ങി ഓടുകയാണ്. വെള്ളവസ്ത്രധാരിയായ ഒരാൾ ജനലഴികളിലൂടെ ആരാഞ്ഞു. തുജെ കഹാ ജാനാ ഹേ? പരേൽ. പുറത്തിറങ്ങിയപ്പോൾ അയാൾ ഉപദേശിച്ചു, ഈ വണ്ടി ഉടൻ പോകില്ല. ആ ലോക്കൽ ട്രെയിൻ പിടിക്ക്. ടെർമിനൽസിൽ പോകാതെ നിനക്ക് നേരിട്ട് പരേലിൽ തന്നെ ഇറങ്ങാം. ഓടിക്കയറിയതും ട്രെയിൻ ചൂളം വിളിച്ച് നീങ്ങി. ഈ ഇളം പ്രഭാതത്തിലും ഇത്രയേറെ ഊർജ്ജസ്വലരായ മനുഷ്യരോ? തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ആണും പെണ്ണുമായ കുറേ പേർ ഡോർവേയിൽ ഇരിക്കുന്നു. മനസ്സിനെ ഒന്ന് വഴിതിരിച്ചുവിടാൻ അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അവർക്കൊന്നും പേരുകളില്ല. കരേലാവാലി, തോൺലിവാലി, കടിപ്പത്താബായി, കച്ചറാവാല എന്നൊക്കെയാണ് പരസ്പര സംബോധനകൾ. അടുത്തടുത്ത സ്റ്റേഷനുകളിൽ അവർ തങ്ങളുടെ ചാക്കുകെട്ടുകൾ വണ്ടി നിർത്തും മുമ്പേ പ്ലാറ്റ്ഫോമിലേക്ക് ഉരുട്ടിയിട്ടു. മുന്നിലുള്ള സീറ്റ് ഒഴിഞ്ഞുകിടന്നിട്ടും മുഷിഞ്ഞ വേഷമുള്ള ഒരു മധ്യവയസ്കൻ തൊട്ടടുത്ത് വന്നിരുന്നു. ഏതോ നാടൻ മദ്യത്തിൻ്റെ പുളിച്ച ഗന്ധം. ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ എന്ന പോലെ അയാളുടെ ചോദ്യാവലി. നീ എവിടെ പോകുന്നു? എവിടെയാണ് നിന്റെ വീട്?
എവിടെ നിന്ന് വരുന്നു? ടെർമിനൽസിൽ ഇറങ്ങും. കൊളാബയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകുന്നു. അച്ഛൻ പോലീസ് ഓഫീസറാണ്. അയാൾ അല്പം അസ്വസ്ഥനായ പോലെ തോന്നി. ഇത്ര വേഗം ഇങ്ങനെയൊരു നുണക്കഥ നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ സ്വയം അഭിനന്ദിച്ചു. അയാൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഒറ്റയ്ക്കാണ് യാത്ര എന്ന് മറ്റാർക്കും മനസ്സിലാകാതിരിക്കുമല്ലോ. ബാക്കി ചോദ്യങ്ങൾ ഉപേക്ഷിച്ച് അയാൾ കണ്ണടച്ചിരുന്നു. തൂണും ചാരി നിന്ന തേരട്ട മീശയുള്ള ഒരാൾ തുറച്ചു നോക്കി കണ്ണിറുക്കുന്നു. പെട്ടെന്ന് ആരൊക്കെയോ ജനാലകളുടെ ഷട്ടറുകൾ വലിച്ചു താഴ്ത്തുന്നു. മഴയാണ്. അപ്പോൾ ആ ചൊല്ല് പാതി ശരിയാണ്. മഹാനഗരിയിലെ കാലാവസ്ഥ പ്രവചനാതീതം. വണ്ടി അടുത്ത സ്റ്റേഷനിൽ കുറേ നേരം കിടന്നു. ഗാഡി ബന്ദ് ഹോ ഗയാ, ആരോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ലഗേജ് തലയിലേറ്റിയും കുട്ടികളെ കൈപിടിച്ചും എല്ലാവരും തിടുക്കത്തിൽ വണ്ടിയിൽ നിന്നിറങ്ങി എങ്ങോട്ടൊക്കെയോ ചിതറിയോടുന്നു. വണ്ടിയിലേക്ക് അതിവേഗത്തിൽ വെള്ളം ഇരച്ചു കയറുന്നു. എത്ര പെട്ടെന്നാണ് ജലനിരപ്പ് ഉയർന്നത്! ഓവർ ബ്രിഡ്ജിന്റെ 10 പടവുകളെങ്കിലും മുങ്ങി. കാറ്റിന്റെ ഹുങ്കാരത്തിൽ പതറാതെ മഴ കരുത്തോടെ പെയ്തിറങ്ങി. കൈവരിയിൽ പിടിച്ച് മേൽപ്പാലത്തിലേക്ക് കയറി. മേലാകെ ചെളിവെള്ളം. ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മഴയ്ക്ക് ഇത്ര രൗദ്രഭാവമോ? പ്ലാറ്റ്ഫോമിൽ മുട്ടറ്റം വെള്ളം. ആളൊഴിഞ്ഞ ട്രെയിനിൽ വെള്ളം ആർത്തു കയറുന്നു. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമാന്തരമായി ഒഴുകുന്ന നാല കരകവിഞ്ഞ് സ്കൂട്ടറുകളെയും ഓട്ടോറിക്ഷകളെയും എല്ലാം ചുഴറ്റിയെടുത്ത് പായുന്നു. അലുമിനിയം കലങ്ങൾ, നീല ഷീറ്റുകൾ, പ്ലാസ്റ്റിക് കസാലകൾ. 2 ആട്ടിൻകുട്ടികൾ ഒഴുക്കിൽ പൊന്തിക്കിടന്ന് കൈകാലിട്ടടിക്കുന്നു. ഒരു വളയിട്ട കൈയല്ലേ തുടിച്ചുയരാൻ വിഫല ശ്രമം നടത്തുന്നത്. പിന്നാലെ 8-10 മനുഷ്യജീവികൾ. ഒരു ചേരി മുഴുവൻ ഒലിച്ചു പോകും പോലെ. കണ്ണുകൾ ഇറുകെ പൂട്ടി. ചൊവ്വയിലേക്ക് പറക്കാൻ വെമ്പുന്ന മനുഷ്യൻ പ്രകൃതിയുടെ മുന്നിൽ എത്ര നിസാരൻ. ആരോ അട്ടഹസിക്കുന്നുണ്ട്. ഫട്ടഫട്ട് ബ്രിഡ്ജ് സെ ഉത്തർ ജാओ. ഇനിയും വെള്ളം പൊങ്ങിയാൽ നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാനാകാതെ വരും. എല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഇനി ഒരു വണ്ടിയും എവിടേക്കും പോകില്ല എന്ന് തുടരെ അനൗൺസ്മെന്റ് നടക്കുന്നു. പ്ലാറ്റ്ഫോമിന് പുറത്ത് 2 ATM സെന്ററുകൾ കാണാം. പിന്നെ കണ്ണെത്താ ദൂരം ഒരു വലിയ തടാകം പോലെ. ദൂരെ വെള്ളപൂശിയ ഒരു വലിയ ബിൽഡിംഗ് കാണാം. ബെഹൻജി, ഞങ്ങളുടെ പിന്നാലെ വരിക. ആ കാണുന്നത് ശ്രീ സായി സ്കൂളാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാം. ആ മൊട്ടത്തലയൻ മുമ്പേ നടക്കുന്നു. അയാളുടെ പിൻകഴുത്ത് മൈക്ക് ടൈസനെ അനുസ്മരിപ്പിച്ചു. പിന്നിൽ മഴക്കോട്ടിട്ട ഒരാൾ, പിന്നെ കുറ്റിത്താടിയുള്ള ഒരു വൃദ്ധൻ. ഒഴുക്കിന് ശക്തി കൂടിയിരിക്കുന്നു. വൃദ്ധൻ പറഞ്ഞു, എൻ്റെ തോളിൽ മുറുകെ പിടിച്ചോളൂ കുട്ടി. മുട്ടിനു മീതെ വെള്ളമുണ്ട്. ഒരു പാടവരമ്പിലൂടെയോ മൈതാനത്തിലൂടെയോ ഇടവഴിയിലൂടെയോ നടപ്പ് എന്ന് മനസ്സിലാകുന്നില്ല. അല്പദൂരം നടന്നപ്പോൾ മൊട്ടയ്ക്ക് ബാലൻസ് തെറ്റി വീണു. അപ്പോഴും അയാൾ തൻ്റെ തുകൽ ബാഗ് തലയ്ക്കുമേൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഒഴുക്കിന് ശക്തിയേറുന്നു. തൊട്ടു വലതുവശത്ത് ഒരു കൊച്ചു കെട്ടിടം. സി ക്യാബിൻ അബാൻഡൻഡ് എന്ന് വലുതായി എഴുതിയിരിക്കുന്നു. പ്രകൃതി കടുത്ത ക്ഷോഭത്തിൽ തന്നെ. ഇത് ലോകാവസാനമോ? മുന്നോട്ട് നടക്കാൻ ഒഴുക്ക് അനുവദിക്കുന്നില്ല. അയാൾ മെല്ലെ ആ കെട്ടിടത്തിലെ പൊട്ടിയ പടവുകൾ കയറി തുടങ്ങി. 4 പേരും ഉള്ളിൽ കടന്നതോടെ ടക്ലു എന്ന് വിളിക്കപ്പെടുന്ന മൊട്ട ആ പഴയ വാതിലുകൾ കൊട്ടിയടച്ചു. അവിടെ ഇരിക്കെ. അപ്രതീക്ഷിതമായി അയാളുടെ ഗർജനം ഞെട്ടിത്തെറിച്ചുപോയി. ഇപ്പോൾ എതിർക്കുന്നത് ബുദ്ധിയല്ല. മുറിയുടെ മധ്യത്തിലുള്ള തൂണിൽ ചാരി വെറും തറയിലിരുന്നു. ശബ്ദിക്കരുത്. ശബ്ദിച്ചില്ല. ഇന്നലെകളെ ഉള്ളിലേക്ക് ആനയിച്ച് മിണ്ടാതിരുന്നു. സ്നേഹനിധിയായ ഭാര്യയും കുഞ്ഞും, പ്രിയപ്പെട്ട വിജയ് സൂപ്പർ സ്കൂട്ടറുമായി സന്തോഷമായി ജീവിച്ചിരുന്ന പപ്പയെ മറ്റൊരു ജീവൻ രക്ഷിക്കാനുള്ള മരണപ്പാച്ചിലിൽ ഒരു ആംബുലൻസ് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തുണിത്തരങ്ങൾ ചില ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ വിതരണം ചെയ്ത് പപ്പ കുടുംബത്തെ നന്നായി സംരക്ഷിച്ചിരുന്നു. 10-ാം ക്ലാസ്സുകാരനായ പപ്പയേക്കാൾ വിദ്യാഭ്യാസമുള്ള മമ്മിക്ക് ഒരു ജോലി വേണമെന്നുണ്ടായിരുന്നു. നീ അങ്ങനെ കഷ്ടപ്പെടേണ്ട, ഈ കുട്ടിയെ നീ നന്നായി വളർത്തിയാൽ മതി. വഴിമുട്ടി നിന്ന ജീവിതത്തെ എത്ര പെട്ടെന്നാണ് അമ്മ തിരിച്ചു പിടിച്ചത്. തൊട്ടടുത്തുള്ള കരാട്ടെ മാസ്റ്റർ സ്റ്റീഫൻ ജോൺസിൻ്റെ വീട്ടുപണിക്കാരിയായി തുടക്കം. 70-കാരനായ അയാളുടെ മുറ്റത്ത് 50ഓളം കുട്ടികൾ ദിവസവും വെള്ളയണിഞ്ഞ് അഭ്യാസത്തിനെത്തും. ദേവികെ, നാളെ മുതൽ അവളെ കൂടി അയക്കുക, ഒരു ദിവസം സ്റ്റീഫൻ സർ പറഞ്ഞു. അങ്ങനെ 5-ാം ക്ലാസ്സുകാരി കരാട്ടെ ക്ലാസ്സിലെത്തുന്നു. ആ കാലത്തൊന്നും സെൽഫ് ഡിഫെൻസിനെ കുറിച്ച് ഏറെയൊന്നും കേട്ടിരുന്നില്ല.
സ്റ്റീഫൻ സർ പറയും, ഒരു കൊക്കിനെ പോലെ നമ്മൾ അവസരങ്ങൾക്കായി കാത്തിരിക്കണം. മനസ്സാണ് പ്രധാനം, എതിരാളിയുടെ ശക്തിയല്ല. നമ്മുടെ കരുത്തിലാണ് കടുത്ത വിശ്വാസം ഉണ്ടാകേണ്ടത്. എതിരാളി അടിയേറ്റ് വീണ് മുട്ടിലിഴയുന്ന ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓരോ നീക്കവും. മുഹമ്മദ് അലിയെപ്പോലെ ശബ്ദമുയർത്തണം. എതിരാളികളെ ആദ്യം മാനസികമായി തളർത്തണം. മനസ്സാണ് ശരീരത്തിൻ്റെ തേരാളി, മറിച്ചല്ല. ഈ ടക്ലു ഒന്ന് മാറിക്കിട്ടിയാൽ മറ്റു 2 പേരെ നിസ്സാരമായി നിലംപരിശാക്കാവുന്നതേയുള്ളൂ. എന്തോ ആലോചിച്ചുകൊണ്ട് ടക്ലു തൻ്റെ ലെതർ ബാഗിൽ നിന്നും 2 വെളുത്ത കയറുകൾ പുറത്തെടുത്തു. കൈനീട്ട്, അയാളുടെ കൽപ്പന. 2 കൈത്തണ്ടകളിലും അയാൾ വെളുത്ത കയറിൻ്റെ അറ്റം കെട്ടി. അതിൻ്റെ അറ്റം കൈകൾ ചലിപ്പിക്കാനാകും വിധം 2 വശത്തുമുള്ള ജനലുകളിൽ കെട്ടിയിട്ടു. വൃദ്ധൻ ചോദിച്ചു, എന്തിനാ രാകേഷ് ഭായ് ഈ കെട്ട്? ഇവൾക്ക് നമ്മളെ കബളിപ്പിച്ച് അരയറ്റം വെള്ളത്തിലൂടെ ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? ഇവിടെ ചക്രങ്ങളെല്ലാം നിലച്ചിരിക്കുകയല്ലേ. തൽക്കാലം വൃദ്ധനോട് കൂട്ടുകൂടുക തന്നെ. പുഞ്ചിരിയോടെ ചോദിച്ചു, ചാച്ചാ, എന്നെ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അല്പം സ്ത്രൈണതയുള്ള ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, നിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് സങ്കടമുണ്ട് കുട്ടി. എനിക്കും നിന്റെ പ്രായത്തിൽ ഒരു മകളുണ്ട്, വർഷങ്ങളായി രക്താർബുദത്തിന് അടിമപ്പെട്ടവൾ. പരന്തു ക്യാ കരേ, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ എല്ലാം രക്ഷകനാണ് വികാസ് മോറെ, എന്തിനുമേതിനും കൂടെയുള്ളവൻ. വികാസ് ദാദയാണ് ഈ ഇലാക്കയിലെ ദൈവം. അയാൾ പാർട്ടി മാറുമ്പോഴൊക്കെ ഞങ്ങളും ഒപ്പമുണ്ടാകും. ഒരു രഹസ്യം പറയും പോലെ അയാൾ തുടർന്നു. പക്ഷേ വികാസിന് മറ്റൊരു മുഖമുണ്ട്. മാസത്തിൽ 2-3 പെൺകുട്ടികളെയെങ്കിലും അയാളുടെ ആളുകൾ വലയിൽ വീഴ്ത്തും. അയാൾക്ക് വേണ്ടിയല്ല, വിലപേശി വിൽക്കാൻ. ഈ വാൽദുനി നദിയുടെ തീരത്ത് അയാൾക്ക് 2 വലിയ റിസോർട്ടുകളുണ്ട്. ഞായറാഴ്ചകളിൽ അവിടെ മഹോത്സവങ്ങളാണ്. എല്ലാ കക്ഷികളുടെയും ബഡാ നേതാക്കളും ബോളിവുഡ് നടീനടന്മാരും എല്ലാം ഉണ്ടാകും. അവർക്ക് വേണ്ട പൊടികളും ലായനികളുമൊക്കെ വികാസ് സംഘടിപ്പിച്ചു കൊടുക്കും, പിടയ്ക്കുന്ന മത്സ്യകന്യകമാരെയും. പകരം അയാൾക്ക് പാലത്തിൻ്റെ, റോഡ് പണിയുടെയും ഒക്കെ കോൺട്രാക്റ്റ് കിട്ടും. ഈ പെൺകുട്ടികളിൽ കൂടുതൽ പേരും ഇവരുടെയൊക്കെ വീട്ടിലോ ഓഫീസിലോ ചെന്നെത്തും. പ്രധാന ജോലി അവിടെ ആകില്ല എന്ന് മാത്രം. അയാളോട് തൻ്റെയും അവസ്ഥ പങ്കിട്ടു. വികാസിന് അമ്മ ഒരു ദൗർബല്യമാണ്. വർഷങ്ങളായി തളർന്നു കിടക്കുന്ന അമ്മയുടെ പേരിൽ ഒരു വൃദ്ധാലയം നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടെ 4 ഭക്ഷണപ്പൊതിയുമായി ടക്ലു എത്തി. രാത്രിയിലേക്ക് കൂടിയുള്ളതാണ്. മടങ്ങും മുമ്പ് അയാൾ ഒരു മുന്നറിയിപ്പ് തന്നു, ദാദ വൈകാതെ വരും. അരി പത്തിരി, മട്ടൻ കറി, വറുത്ത ബോംബിൽ. വൃദ്ധൻ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. നീ നന്നായി ഒന്ന് ഉറങ്ങ്. വൃദ്ധൻ 2 കൈയിലെയും കെട്ടഴിച്ചു തന്നു. അയാളും വെറും തറയിൽ കിടന്നു. വായ തെല്ല് തുറന്ന് ഒരു ശവശരീരം പോലെ അയാൾ പെട്ടെന്ന് ഉറക്കത്തിൻ്റെ നിശ്ചലതയിലേക്ക് ഊളിയിട്ടു. ഉടൻ തന്നെ നനഞ്ഞ ചെളിപുരണ്ട വസ്ത്രങ്ങൾ അഴിച്ച് ബാഗിൽ നിന്നും നൈറ്റി എടുത്ത് ധരിച്ചു. ഒന്ന് താഴെ ഇറങ്ങി മടങ്ങി വന്നു. അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന തൻ്റെ ചെറിയ സെൽഫോൺ മെല്ലെ പുറത്തെടുത്തു. കുറച്ച് മിസ്ഡ് കോളുകൾ ഉണ്ട്. ആശുപത്രിയിൽ നിന്നായിരിക്കണം. ഒപ്പം ടീച്ചറമ്മയുടെയും ഹുസൈൻ സാബിൻ്റെയും രഞ്ജിത്തിൻ്റെയും കോളുകൾ. ടീച്ചറമ്മ ഇന്നും ഒരു പ്രഹേളികയാണ്. കോളേജിലെ IT ഹെഡായ ടീച്ചറമ്മയാണ് ആദ്യ ദിവസം ക്ലാസ് തുടങ്ങുന്നത്. ഓരോരുത്തരെയും പരിചയപ്പെട്ട ശേഷം സ്പോർട്സിലും കരാട്ടയിലുമുള്ള തൻ്റെ നേട്ടങ്ങൾ അവർ പ്രത്യേകം ചോദിച്ചറിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് തന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. ആമുഖമില്ലാതെ അവർ ചോദിച്ചു, നീ എവിടെയാണ് താമസം? ഇന്നലെ അമ്മയും ഞാനും കൂടി ഒരു ചെറിയ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. ഹോസ്റ്റലുകളിലൊക്കെ ഭയങ്കര തുക വേണം. പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ടീച്ചറമ്മ പറഞ്ഞു, താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ കൂടാം. ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷേ കുറച്ച് വീട്ടുജോലികളൊക്കെ ചെയ്യേണ്ടി വരും. ഒന്നും ആലോചിക്കാതെ സമ്മതിച്ചു. ടീച്ചർ പറഞ്ഞു, നീ എനിക്ക് വാടകയൊന്നും തരണ്ട. ഞാൻ കഴിക്കുന്ന ഭക്ഷണം നീയും കഴിക്കും. ടീച്ചറമ്മ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കും. പിന്നെ വായന, എല്ലാ വീട്ടുജോലികളും ചെയ്യണം. ഞായറാഴ്ചകളിലൊക്കെ അവർ മുടി പിന്നി കെട്ടിത്തരും. അല്പം കുശലം ചോദിക്കും. വസ്ത്രങ്ങളും പുസ്തകങ്ങളും വാങ്ങിത്തരും. വല്ലപ്പോഴും ഒരുമിച്ചൊരു സിനിമ കാണും. സബ്ജക്റ്റിൽ സംശയം തോന്നിയാൽ വിശദീകരിച്ചു തരും. 3 വർഷമായി ഇങ്ങനെ പോകുന്നു. നഗരത്തിലെ പ്രളയം ബ്രേക്കിംഗ് ന്യൂസുകൾ വഴി അറിഞ്ഞിരിക്കാം.
വലിയ സ്നേഹപ്രകടനമൊന്നുമില്ലെങ്കിലും ഉള്ളിൽ അവർക്ക് അമ്മയുടെ സ്ഥാനം തന്നെയാണ്. അവരില്ലായിരുന്നെങ്കിൽ ഈ പഠനം സാധ്യമാകുമായിരുന്നില്ല. ആശുപത്രിയിൽ എത്തിയില്ല, സുഖമായിരിക്കുന്നു എന്ന് മാത്രം വിളിച്ചറിയിച്ചു. ഹുസൈൻ സാബിനെയും രഞ്ജിത്തിനെയും വിളിച്ചില്ല. സെൽഫോണിൽ ചാർജ് തീരാൻ പോകുന്നു. അത് അയാളുടെ പോക്കറ്റിൽ തന്നെ തിരുകി. ഇപ്പോഴും മഴ ആവേശത്തിമിർപ്പിലാണ്. വലിയ കുടമടക്കിക്കൊണ്ട് ചുവന്നു തൊടുത്ത ഒരു കട്ടമീശക്കാരൻ കടന്നു വരുന്നു. പിന്നിൽ ടക്ലു വിനയം ചൂടി നിൽക്കുന്നു. മനസ്സിലായി, ഇതാകും വികാസ് ദാദ. പെട്ടെന്നൊന്ന് പൊട്ടിക്കരഞ്ഞു. അല്പം കൃത്രിമഭാവമുണ്ടായിരുന്നിരിക്കാം. എന്നെ ഇപ്പോൾ തന്നെ വിട്ടയക്കണം. അമ്മയെ ഒന്ന് കണ്ടിട്ട് ഞാൻ മടങ്ങി വരാം. കാര്യങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി. ടക്ലുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി. തൊഴുകയോടെ അയാൾ പറഞ്ഞു, നിനക്ക് എവിടെ വേണമെങ്കിലും ഈ നിമിഷം തന്നെ പോകാം. ഇപ്പോൾ മുതൽ നീ പരിപൂർണ സ്വതന്ത്രയാണ്. നിന്റെ അമ്മ എൻ്റെയും അമ്മയാണ് കുട്ടി. അല്ലെങ്കിലും സിംഹത്തിന് ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കാനല്ല ഇഷ്ടം. അവന് വേട്ടയാടി പിടിക്കുക തന്നെ വേണം. നിന്റെ ഈ അവസ്ഥയിൽ ഇല്ല, നീ തികച്ചും സുരക്ഷിതയായിരിക്കും. നിന്റെ അമ്മ വേഗം സുഖം പ്രാപിക്കട്ടെ. ഇവൻ എത്രയും വേഗം നിനക്ക് പോകേണ്ട സ്ഥലത്തെത്തിക്കും. ടക്ലു പറഞ്ഞു. ഒരു വണ്ടിയും ഒരിടത്തേക്കും പോകുന്നില്ല. മഴ മാറിയാൽ എത്രയും വേഗം ഇവളെ ഞാൻ അമ്മയുടെ അടുത്തെത്തിക്കാം. 4 വർഷവും ഭംഗിയായി ആഘോഷിച്ചിരുന്ന കാർഗിൽ വിജയ് ദിവസ് ദിനത്തിൽ വികാസ് ഭായിക്ക് ഇന്ന് ഒരു അതിഥി പോലും ഉണ്ടായില്ല എന്നൊക്കെ സങ്കടം പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ് അയാൾ. ഇത്ര പെട്ടെന്ന് അയാളുടെ ഉള്ളുരുകുമെന്ന് കരുതിയിരുന്നില്ല. എങ്കിലും ഇത്ര ആർജവം തോന്നിയില്ല അയാളുടെ വാക്കുകൾക്ക്. ഒരു രാത്രിയും ഒരു പകലും കൂടി സി ക്യാബിനിൽ വികാസ് ദാദിയുടെ ഭക്ഷണം കഴിച്ച് ടക്ലുവിൻ്റെയും വൃദ്ധൻ്റെയും സംരക്ഷണയിൽ കഴിഞ്ഞു. വൈകുന്നേരത്തോടു കൂടി അകലങ്ങളിൽ ചില വാഹനങ്ങൾ മിന്നായം പോലെ കണ്ടു തുടങ്ങി. ടക്ലു വിളിച്ചു, വാ നമുക്ക് പോകാം. മിണ്ടാതെ പിന്നാലെ നടന്നു. വികാസ് ദാദിയുടെ വിശാലമായ വീട്ടുവളപ്പിലാണ് ആ നടപ്പ് അവസാനിച്ചത്. അയാൾ സമീപത്ത് വന്ന് ഒരിക്കൽ കൂടി തൊഴുകയോടെ മന്ത്രിച്ചു, ക്ഷമാക്കര. അയാളുടെ അമ്മയെയും ഒന്ന് കാണണമെന്ന് തോന്നി. ഒരു വഴിയാത്രക്കാരിയാണ്. 2 ദിവസമായി അമ്മയുടെ മകൻ്റെ സംരക്ഷണയിലായിരുന്നു. അവർ മെല്ലെ വലങ്കൈ അല്പം ഉയർത്തി അനുഗ്രഹിച്ചു. എൻ്റെ മകനും നിനക്കും എന്നും ഗാവ്ദേവിയുടെ തുണ ഉണ്ടാകും. ടക്ലു തവേരയുടെ പിൻവാതിൽ തുറന്നു തന്നു. വെള്ളക്കെട്ട് നിറഞ്ഞ അപരിചിതമായ വഴികളിലൂടെ ഏതാണ്ട് 4 മണിക്കൂർ അയാൾ വണ്ടിയോടിച്ചു. ഇവർ ശരിക്കും ആശുപത്രിയിലേക്ക് തന്നെയാണോ തന്നെ കൊണ്ടുപോകുന്നത്, അതോ ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്കോ? പൊടുന്നനെ അയാൾ വണ്ടി നിർത്തി. വലിയ ബോർഡിലേക്ക് വിരൽ ചൂണ്ടി. ലൈഫ് ഗാർഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇറങ്ങ്. റിസപ്ഷനിലേക്ക് ഓടിക്കയറി. ഡോക്ടർ ഷാരോൺ വളരെ തിരക്കിലാണ്. പ്രളയം രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂട്ടിയിരിക്കുന്നു. ഹുസൈൻ സാബ് പറഞ്ഞയച്ചതാണ് എന്നറിയിച്ചപ്പോൾ അവർ ഡോക്ടറെ ഇൻ്റർകോമിൽ വിളിച്ചു. അയാളുടെ ക്യാബിന് മുന്നിൽ നല്ല തിരക്ക്. കണ്ണിലേക്ക് വീണ് കിടന്ന മുടിയിഴകൾ മാടിയൊതുക്കിക്കൊണ്ട് അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. ഡോക്ടർ ഹുസൈൻ സാറിന് സുഖമല്ലേ? അയാൾ തുടർന്നു. ഹുസൈൻ സാർ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ എൻ്റെ അധ്യാപകനായിരുന്നു. ശരിക്കും നന്മയുടെ ആൾരൂപം. എനിവേ, നീ കൃത്യസമയത്ത് വന്നു. ആകെ ആശയക്കുഴപ്പം. എന്താണ് കൃത്യസമയം? സർജറി കഴിഞ്ഞില്ലേ? അതോ നെഞ്ചിടിപ്പിന് ശബ്ദം കൂടിക്കൂടി വരുന്നു. നീ ആ 18-ാം നമ്പർ പേവാർഡിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യുക. 18-ാം നമ്പറിൻ്റെ വാതിലിന് അരികെ സ്റ്റൂളിലിരുന്നു. തൊട്ടുമുന്നിൽ ഒരു ബോർഡ്, മോർച്ചറി. അടിവരയായി വലത്തോട്ട് ഒരു ആരോ മാർക്ക്. ആ ശരം അവിടെ നിന്നും പറന്നു വന്ന് നെഞ്ചിൽ തറയ്ക്കുന്നത് പോലെ. ഒന്ന് പൊട്ടിക്കരയാൻ കഴിയുന്നില്ലല്ലോ. ചുറ്റും ഇരുൾ മഴ പെയ്യും പോലെ. അടുത്തുള്ള വാഷ്റൂമിൽ പോയി മുഖം കഴുകി. കമ്മലുകളും മാലയും അഴിച്ച് ബാഗിൽ വെച്ചു. ആശുപത്രി ഒരു വെള്ള കൊട്ടാരമാണ്. വെളുപ്പ് നിറം അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. തെല്ലകലെ നിന്നും ഒരു അറ്റൻഡറും സിസ്റ്ററും കൂടി ഒരു വീൽ ചെയർ മെല്ലെ ഉരുട്ടി വരുന്നുണ്ട്. അതിലിരുന്ന് അമ്മ നിറനിലാവ് പോലെ പുഞ്ചിരിക്കുകയാണ്. 18-ാം നമ്പർ തുറക്കപ്പെട്ടു. ഡോക്ടർ ഷാരോൺ അതിവേഗം നടന്നു വരുന്നു. അമ്മയുടെ കൈത്തണ്ട പിടിച്ച് അയാൾ ആരാഞ്ഞു. സുഖമല്ലേ? അമ്മ തലയാട്ടി. ഡോക്ടർ, നാളെ രാവിലെ ഞാൻ പേയ്മെൻറ്റ്. ഓ അതോ, ഡോണ്ട് വറി, അതൊക്കെ ഡോക്ടർ ഹുസൈൻ സെറ്റിൽ ചെയ്തു കഴിഞ്ഞു. ടക്ലുവിൻ്റെ തല ഒരു മിന്നായം പോലെ പുറത്ത്.
ഇരുവരും ലാബിന്റെ മുന്നിലുണ്ട്. അവിടെയുള്ള സ്റ്റാഫിനോട് അവൻ ആരായുകയാണ്. ഈ ക്യാഷ് കൗണ്ടർ എവിടെയാ സിസ്റ്റർ? ബാഗ് തുറന്ന് മാല കഴുത്തിലണിഞ്ഞു. അനന്തരം അവൾ ഡോക്ടർ ഹുസൈൻ്റെ വിസിറ്റിംഗ് കാർഡ് പരതിയെടുത്തു.